നമുക്കാരെങ്കിലൊക്കെ കൂടെ ഉള്ളതാണ്ടാ നമ്മളെ ധൈര്യം. ഒരൊറ്റപ്പെട്ടു നോക്കണം, പാപ്പയും ഇല്ലാണ്ടായി നോക്കണം, ഒരേട്ടനും അനിയനും ഇല്ലാണ്ടായി നോക്കണം. നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് മനസ്സ് ഫീലിംഗ് ആക്കാൻ തുടങ്ങും. പാപ്പ മരിച്ചു, പിന്നെ മൂത്താപ്പിയ ധൈര്യം, മുത്തജ്യേഷ്ഠൻ മരിച്ചപ്പോഴേക്കും നമ്മളെ പ്രാണന്റെ മുക്കാഭാഗവും നശിച്ചു തുടങ്ങും, നമ്മൾ അറിയും. അതുകൊണ്ടാ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അള്ളാഹ് നൽകുന്ന ഓരോ ബന്ധങ്ങളും അതിന്റെ പവിത്രതയിൽ കൊണ്ടുനടക്കണം. ഓരോരുത്തർക്കും കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കണം. അത് വാപ്പയായാലും ശരി, ഉമ്മയായാലും ശരി, കുടുംബത്തിൽ ആരായാലും ശരി, ഭാര്യന്റെ കെട്ടിയ വാപ്പ അഥവാ ഭാര്യാ പിതാവാണെങ്കിലും ശരി, ആരായാലും. ബാക്കിയൊക്കെ പേര് നമ്മൾ ഉണ്ടാക്കിയതാ. അത് അമ്മോശാക്ക, അത് അമ്മായി. എന്താ അവർക്കുള്ള ബഹുമാനം? പെണ്ണുങ്ങളോട് ചീത്ത ഉണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ അമ്മായിനെ അമ്മോശനെ ചീത്ത അറിയും. കെട്ടിയോന്റെ വാപ്പനെയും ഇമ്മനെയും എന്ന് പറഞ്ഞാൽ മൂപ്പരെ വാപ്പയും ഇമ്മയും. എന്തെങ്കിലും ദേഷ്യം വന്നാൽ മൂപ്പരമ്മനെയും വാപ്പനെയും കുറ്റം പറയാ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ